നമ്മുടെ ചോദ്യവും അത് തന്നെയാണ് പുത്ര. അല്ല, നിനക്ക് രാജകുമാരിയുടെ പിതാവിനെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിന്റെ പുത്രിയെ കൊണ്ടുവന്നത്? അതെ, നാം എങ്ങനെയാണ് ബോധ്യപ്പെടുത്തുക? നാം അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. ഒരിക്കലും നാം അവളെ ഇവിടേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുമില്ല. മഹാരാജൻ വിക്രമദേവൻ അവളുടെ ഉത്തരവാദിത്വം നമ്മെ ഏൽപ്പിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറത്തു പോകാൻ പറഞ്ഞു. നമുക്ക് നിന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, അത് നീയാണ് നമ്മുടെ പുത്രിയുടെ രക്ഷകൻ. നീ രൂപവതിയുടെ രക്ഷ നിർവഹിക്കുമോ? വാക്ക് നൽകൂ. പിതാശ്രീ ജോഡില മുന്നോട്ട് വരികയാണ്. അവളെ നമ്മൾ തടയേണ്ടതാണ്. അതെ, നീ പറഞ്ഞത് സത്യമാണ് പുത്രി. അവളെ തടഞ്ഞേ മതിയാവൂ. വരൂ, നിങ്ങൾ ഇരുവരും വരൂ. നമ്മുടെ പദ്ധതികൾ അനുസരിച്ച് ജോഡിലയെ തടഞ്ഞേ പറ്റൂ. വരൂ, നമ്മുടെ കൂടെ തന്നെ നിൽക്കണം. വരൂ, അടുത്തേക്ക് വരൂ. മാതേ, അവിടത്തേക്ക് നാം പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സംഭവിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായോ മാതേ? അവിടത്തേക്ക് ഇപ്പോൾ നമ്മെ വിശ്വാസമായോ? നിന്നെ നമുക്ക് വിശ്വാസമാണ്. പക്ഷെ നമുക്ക് മഹാരാജാവ് വിക്രമദേവനിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല. ഇനിയൊരു പക്ഷേ ഇത് മഹാരാജാവിന്റെ തന്ത്രമാണെങ്കിലോ? രൂപനഗരം എപ്പോഴാണ് പരാജിതരിൽ വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയത് ദേവദത്ത? വിശ്വാസവഞ്ചനയല്ലാതെ നമുക്ക് രൂപനഗരത്തിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്താണ്? ആ മഹാരാജൻ വിക്രമദേവനാണ് നിന്റെ പിതാവിന്റെ ഹത്യ നടത്തിയത്. എന്നിട്ട് അതേ മഹാരാജാവ് തന്നെ സ്വന്തം പുത്രിയുടെ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം നിന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് നീ പറയുന്നത് നാം അത് വിശ്വസിക്കണമെന്നാണോ ദേവദത്ത? എന്നിട്ട് രൂപനഗരത്തിന്റെ ഭാവി രാജാവോ കുമാരദേവൻ? അവൻ ആരുടെയെങ്കിലും മേൽ ചെറിയൊരു സംശയം ഉണ്ടായാൽ പോലും അവൻ അവരോട് അത്യാചാരം കാട്ടുന്നവരാണ്. ഇല്ല ദേവദത്ത, ഇല്ല. മഹാരാജാവിനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമുക്കും അത് അനുഭവപ്പെട്ടിരുന്നു. നമുക്കും ആ കാര്യം വിശ്വസിക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ രാക്ഷസ റാണി ജോഡില രാജകൊട്ടാരത്തെ പൂർണ്ണമായും അഗ്നിക്കിരയാക്കി. അത് അസത്യമായിരുന്നില്ല. നാം അത് നേരിട്ട് കണ്ടതാണ്. രാക്ഷസരെല്ലാവരും കൂടെ അഗ്നിക്കിരയാക്കുന്നത്, ആ കൊട്ടാരം, ആ രാജ്യം മുഴുവനും കത്തി അമരുന്നത്. അതുപോലെ അഗ്നി പടർന്ന ആ രാജ്യത്തിന്റെ ഭീകരമായ ദൃശ്യം കണ്ടപ്പോൾ രാജകുമാരി രൂപവതി ബോധരഹിതയായി മാറി. നമ്മെ വിശ്വസിക്കുമാതെ നാം ഇപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണുള്ളത് മാതേ. രാജകുമാരി, അവിടുന്ന് സുരക്ഷിതയാണോ? അവിടത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? രാജകുമാരി, ഇതെന്താണ്? രാജകുമാരി ബോധരഹിതയായി. ഇനി എന്തു ചെയ്യും? അതുപോലെ അഭിരാജ് ഈ സമയത്ത് എവിടെ പോയി? നമ്മുടെ വൈദ്യരാജ്യത്തിൽ തീർച്ചയായും എല്ലാവരും നമ്മെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടാകും. ഇല്ല, ഇപ്രകാരം രാജകുമാരിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമുക്ക് സമയം വ്യർത്ഥമാക്കാൻ സാധിക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ ശത്രുവിന്റെ പുത്രിക്ക് വേണ്ടി ഇതിനേക്കാൾ കൂടുതൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല നമുക്ക്. ഇന്നു മുതൽ ഇവൻ നിന്റെ രക്ഷ നിർവഹിക്കുന്നതാണ്. നാം എന്ത് പ്രതിസന്ധിയിലാണ് അകപ്പെട്ടിരിക്കുന്നത്? ഇപ്പോൾ നമുക്ക് വിക്രമദേവനെ ബന്ദിയാക്കാൻ സാധിച്ചില്ല. എന്നാൽ അതേസമയം അതേ വിക്രമദേവന്റെ പുത്രിയുടെ ജീവിതവും മരണവും നമ്മുടെ കരങ്ങളിലാണ്.
ഇല്ല, മഹാരാജൻ വിക്രമദേവൻ നമ്മിൽ വിശ്വാസം അർപ്പിച്ചതാണ്. ഇന്ന് നാം രാജകുമാരിയെ ഈ ഘോരവനത്തിൽ ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ പിന്നീട് നാം വിശ്വാസവഞ്ചകൻ എന്നറിയപ്പെടുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ മാതാവിന് നമ്മോട് ക്ഷമിക്കാൻ സാധിക്കുമോ?